ഇവിടെ എല്ലാരും അതെന്റെ പേരല്ല കൊത്തി നോക്കും. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ലോഗ്. അപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് അവിടെ മൺട്രോ തുരുത്തിലെ തുരുത്തുകളും ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഇന്നുള്ളത് നമ്മൾ കാവേരി എലിഫന്റ് പാർക്ക്, ആനത്താവളം. കാവേരി ആനത്താവളം അകത്ത് കയറി. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. മഴയും, നല്ല മഴയും. കിളികള്, ഫസ്റ്റ് തന്നെ കിളികള്. ആനത്താവളമാണ്. ഇവിടെ ആന മാത്രമല്ല കേട്ടോ, വേറെ ഏതാണ്ടൊക്കെ മറ്റേ ഇഗ്വാന, പിന്നെ പാമ്പ്, റെപ്റ്റൈൽസ്, നമ്മൾക്ക് അത് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ആരെങ്കിലും കണ്ടായിരിക്കും ഞാൻ കിളിക്കുട്ടി ഒളിഞ്ഞു നോക്കുവാണെന്ന്. ഹായ് ഹായ്. കിഡ്സ് പാർക്ക് പോലെ ഊഞ്ഞാലുണ്ട്, മറ്റേ സ്ലൈഡ് ഉണ്ട്, കറങ്ങണ സാധനമുണ്ട്, രസമുണ്ട്. ഇനി ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്, ഫൗണ്ടെയിൻ, വാട്ടർ ഫൗണ്ടെയിൻ. ആപ്പിളും പത്തക്കയും. അതാരാ സന്യാസിയോ? മറ്റേ സത്യല്ലേ ഇത്? എനിക്ക് എന്റെ പേരറിയത്തില്ല. വാ. ഹായ്. 3 പേരുണ്ട് മൊത്തം. ഹലോ. അയ്യോ, അത് ഈ നോക്കിയാ മറ്റേ ഈ ബുക്സിന്റെ ഒക്കെ കവറിൽ കാണുന്ന പോലെ തന്നെ കിളി. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കൂട്ടിക്കൈയിട്ടത്. അതൊക്കെ നോക്കി. എടാ വില്ല, നല്ല രസമുണ്ട് കാണാൻ. മറ്റേ പഞ്ഞി പോലെ ഇരിക്കുന്ന എല്ലാം വിരിച്ചു വെച്ചിട്ട്. അത് നോക്കി. ഇത് എവിടെ ഒച്ചിട്ടുണ്ടിനെ. 2 തൂവല് കിട്ടുവായിരുന്നെ കൊണ്ടുപോയി. ആന പോകുന്നു. ആന ഇവിടെ എലിഫന്റ് റൈഡ് ഉണ്ട് കേട്ടോ. നല്ല കുഞ്ഞു മുടിയുള്ള ആന. പാവം, അതിനെ എന്തിനാണ് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? എന്നാലും ചുമ്മാ നടക്കണ്ടേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. രോമം നിൽക്കുന്നു മുള്ള പോലെ. ആ കുത്തുമായിരിക്കും, എനിക്കറിയില്ല. ഇവിടെ ഈ നമുക്ക് എലിഫന്റ് റൈഡ് എടുക്കുവാണെങ്കിൽ റൈഡിന് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ മുകളിൽ കയറിയൊന്നും ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരു ഒച്ച നോക്കിയേ. ഇവിടെ അന്ന് അവിടെ പോയി നിന്നപ്പോ വായിക്കാത്ത പഴമായിരുന്നു. അലിഗേറ്റർ ഗാർഫിഷ്. അലിഗേറ്റർ മറ്റേ ഇതല്ലേ, അപ്പൊ അതുപോലെ ഇരിക്കുന്ന മീനാണ്. മുതലല്ല, മറ്റേ സാധനം ഏതായിരുന്നു? ചീങ്കണ്ണി. അലിഗേറ്റർ ചീങ്കണ്ണിയാ. അപ്പൊ അതുപോലെ ഇരിക്കുന്ന മീൻ. നല്ല വലിയ മീൻ. കുറെ മീനുകൾ അക്വേറിയത്തിൽ. ഇത് സിൽവർ അരോണ. എന്റെ വിവരം കൊണ്ടല്ലാട്ടെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പോളാർ ബ്ലൂ. ഇത് മറ്റേ പാരറ്റ് ഫിഷ് അതാണല്ലേ, പോളാർ ബ്ലൂ പാരറ്റ്. അതാണത്. ഇതിന്റെ പേര് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കിക്കോ. ചിലപ്പോ ഇത് ഇങ്ങനെയൊന്നും അല്ല പ്രൊണൗൺസ് ചെയ്യുന്നെങ്കിലും. മുഷിയോ? സംഭവം ഇതാണ്. ചിലപ്പം കൊമ്പ് നോക്കി അതിന്റെ ഒക്കെ. ഇനി ഒരാളും കൂടി, ഒരാളല്ല കുറെ പേരുണ്ട്. ഇവിടെ ആരും ഇല്ലേ? ഞാൻ കണ്ടില്ല കേട്ടോ. ജൈന്റ് മറ്റേത് ഗൗരാമി. അതാ അത്. അത് രസമുണ്ടല്ലോ അതാണ്. ജയന്റ്. കമാ ഓസ്കാർ. നമ്മുടെ ഓസ്കാർ. ഇവരെത്രയും വലുതാവൂടാ. എടോ ഭീകരന്മാരെ. വീട്ടില് 2 എണ്ണം ഉണ്ട്. പൊന്നും സണ്ണിയും. അറിഞ്ഞില്ല ഞാൻ ഇത് ഇത്രയും വലുതാവും എന്നുള്ളത്. ഇതൊരു നരച്ച കളർ. നമ്മുടെ പക്ഷെ കളർഫുൾ ആട്ടോ പൊന്നും സണ്ണിയും. ഇവരെ വേറെ അക്കൂരം വേണ്ടി വരുമല്ലോ.
ഓ എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റെഡ് ടെയിൽ കാറ്റ് ഫിഷ്. റെഡ് ടെയിൽ പേര് എനിക്ക് മുള്ളാണ് വരുന്നത്. ഇത് കളർ ഫിഷ് എല്ലാം ഉണ്ട്, മൾട്ടി കളർ ഫിഷും ഉണ്ട്. ഇത് ഏഞ്ചൽ അല്ലേ? ഏഞ്ചലുണ്ട്. എനിക്ക് ഇതിനെ മാത്രം എവിടെ നിന്നാണേലും കണ്ടാൽ തിരിച്ചറിയുള്ളൂ. ആ രസമുണ്ടല്ലേ, മറ്റേ രാത്രി ലൈറ്റ് അടിച്ചാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ആ നല്ല രസമുണ്ട്, ഫുൾ മൾട്ടി കളേർഡ് ആയിട്ട്. ഇവിടെ ഇല്ലേ ഇങ്ങനെ ഗെയിമിങ്സും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. എന്റർടൈൻമെന്റ് കുറെ ഉണ്ട്. ക്യാരം ബോർഡ് ഉണ്ട്, പക്ഷെ കോയിൻസ് ഇല്ല. ഈ സാധനം ഉണ്ട്, പക്ഷെ ഇതിന്റെ മറ്റേ ബോൾ ഇല്ല. വെച്ചിട്ടുണ്ട് എന്തായാലും. പാമ്പ്, പാമ്പാണ് ഒളിച്ചിരിക്കുക. പുള്ളിക്ക് താല്പര്യമില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങോട്ട് വെക്കൂടാ, ഇത് അറിയത്തില്ല, പക്ഷെ നാച്ചുറൽ ജെം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 80 ടൈപ്പ് ഉണ്ട്, കണ്ടോ? നല്ല ഭംഗിയില്ലേ? മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഒരെണ്ണം ആരും അടുത്തോട്ട് പോയില്ല, ഒരെണ്ണമല്ല കുറച്ചെണ്ണം ഇല്ല, നല്ല രസമുണ്ട്. മോള് കുറെ തൂവലുകൾ, അതെന്തിന്റെ തൂവലാണെന്ന് എനിക്കറിയില്ല, കാരണം അവിടെ എഴുതിയിട്ടില്ല. രണ്ടാമത്തത് മറ്റേ ജയറാമിന്റെ സിനിമയിലുള്ള ആ സാധനം. പിന്നെ ടർക്കി, ഇത് ഒറിജിനലാണ്. കണ്ടിട്ട് മൂടി വെച്ച് മറന്നു വെച്ചോളെ. പിന്നെ മുട്ട എന്തിനാന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല ഗൈസ്. ഇത് ഇങ്ങോട്ട് വരുമ്പോ മുളമഞ്ഞാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓപ്പൺ, അതെങ്ങാനും ചീറ്റ് ചെയ്യണ്ടല്ലോ. ശ്വാസം പഠിക്കുന്നുണ്ടോ? ഇതാണ് സംഭവം, എന്തായാലും മനസ്സിലായല്ലോ. ഓർമ്മ എല്ലാവരും എടാ എലിക്കുട്ട, ഇത് എലി മറ്റേ എലി കേട്ടോ, മറ്റേ നമ്മുടെ വീട്ടിലെ ഒരപ്പനിലിയല്ലേ. ഞാനതിനെ തൊട്ട്, അയ്യോ ഇഷ്ടപ്പെട്ടില്ല അതിന് ഞാൻ തൊട്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു സൈഡ് കറുപ്പ്, ഒരു സൈഡ് ബ്രൗണ്. അയ്യോ തീറ്റയാ തിരക്കി. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. പിന്നെ പാലൊക്കെ പാത്രമൊക്കെ വലിച്ചു നീക്കിയൊക്കെ കുടിക്കുന്നു. പാലല്ലാതെ കുറുക്ക് പോലത്തെ സാധനം, അല്ലെങ്കിൽ മറ്റേ ഫ്രൂട്ട്സ് ഇങ്ങനെ അരച്ചു കൊടുക്കത്തില്ലേ, വേവിച്ചിട്ട് സ്നാക്സ് ചെയ്തിട്ട്. എന്തായാലും ഹെൽത്തി ഫുഡ്. എന്തോ ഈ കാണിക്കുന്നത്, തല കുത്തി നിന്ന് പോയി. മറ്റേ 50 രൂപ അതിന്റെ എക്സ്പീരിയൻസ് വിത്ത് ബോൾ പൈത്തന്നെ കൊടുത്തേക്കുന്ന 50 രൂപ ഒന്നും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനങ്ങ് നിർബന്ധം ഞാൻ അതിനെടുത്ത തലയിലുണ്ടെന്ന്, കഴുത്തേല്. എനിക്കെന്നാ ചൊക്കെ പഠിപ്പിച്ചു. ഐ ലവ് വാഴത്താവളം എല്ലായിടത്തും ഉണ്ട്, എവിടെ പോയാലും കാണാം ആ സ്ഥലത്തിന്റെ പേരും വെച്ചിട്ട്. അപ്പൊ ഈ സാധനത്തിലൊക്കെ പണ്ടെങ്ങാനും കേറിയതാണ്. അതെ അതെ അതെ, നമുക്ക് കുറച്ചേരം അവിടെ പോയിരുന്നാലും, ആ ഊഞ്ഞാലെ പോയിരുന്ന ആദ്യം. ഈ ബോർഡ് കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതെല്ലാരും ഉണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഉണ്ട്. ഇഗ്വാന ഞാൻ ചോദിച്ച് കൺഫേം ചെയ്തായിരുന്നു അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെന്നാ പറഞ്ഞു. ഇഗ്വാന ഉണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരാനേ ഉള്ളൂ, അല്ല വേറെ ആനയുണ്ട്, 3 ആനയുണ്ട്, പക്ഷെ വയ്യാണ്ടിരിക്കുക. ഒട്ടകം ഉണ്ട് ഗൈസ്, ഒട്ടകം. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഗൈസ്. ആന എന്താ ആന മടലെടുത്തെറിയുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവരുടെ അടുത്തേക്ക് ഇപ്പൊ പോകാൻ അലൗഡ് അല്ലാന്ന് പറഞ്ഞായിരുന്നു. അവരെന്തോ കലിപ്പിലിരിക്കുവാന്ന് തോന്നുന്നു ആനകളെല്ലാം. 3 പേര്
അതായത് ഈ 3 പേരെടുത്തേക്ക് ഇപ്പൊ പോവാൻ അലൗഡ് അല്ലാന്ന് പറഞ്ഞായിരുന്നു. ചങ്ങലയൊക്കെ ഇട്ട് വെച്ചേക്കുവാ കേട്ടോ. ദേഷ്യത്തില് എന്ത് പ്രശ്നം ഇവർക്ക്? ഇവിടത്തെ അക്കോമഡേഷൻ ആയിരിക്കും ആണെന്നാണ്, അല്ലാണ്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കൂലല്ലോ. ഇനി നമുക്ക് ബേർഡ്സ് പാർക്കിലേക്ക് പോകാം. കമോൺ. ഒരു മിനി സൂവില് വന്ന ഫീലുണ്ട്. മറ്റേ കടുവയും പുലി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും താറാവ്, കയ്യൂക്ക, താറാവുണ്ട്. താറാവ് പക്ഷെ വേറെന്തോ പേര് എഴുതി, കയ്യൂക. ഓ ഇങ്ങോട്ടേക്ക് ഇതാണ് ഗൂസ് വാട്ടർ, ഗൂസ് വാട്ടർ, കോഴി. ഓക്കെ, ഒരു വെറൈറ്റി ഓഫ് കോഴി. അല്ലാണ്ട് നമുക്ക് ആ പേരൊന്നും വേണ്ട നമുക്ക്. ഇതേ താറാവ് വെള്ളം, അവിടെ അത്രയും നല്ല വെള്ളം കുളിക്കാനും കുടിക്കാനായി കൊടുത്തിട്ട് ഈ ചെളിവെള്ളം കുടിക്കുന്ന ഇതിന് എന്തോ പറയണം. ഇത് നാളെ പേടിപ്പിച്ച് കളഞ്ഞ താറാവേ. പോയി തോണ്ടി നോക്കിയാലോ, ഇങ്ങോട്ട് വന്നേയല്ലേ. ഹലോ മേ, അങ്ങനെ കൊത്താനാണോ ഞാൻ പറഞ്ഞത്? കൊത്തുന്ന കാര്യം അമ്മേ, അതിന് ദേഷ്യം വന്ന് നീ കൊത്തുകൂടാ. അത് വയലന്റ് ആവാ. ഇത് മറ്റേ മുടിയുള്ള രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വേറൊരു വെറൈറ്റി ഓഫ് കോഴി. ഇതേ മറ്റേ പുള്ളി ഇരിക്കുന്നു ഇപ്പുറത്ത്. ഹായ്, ഹലോ. ഗിനിപ്പന്നി. ഹലോ. രണ്ടുപേര് വെച്ച് പെയറായിട്ടിരിക്കുന്നു. നോക്കി, അവർ രണ്ടുപേര്, ഇവര് രണ്ടുപേര് ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു. ഗിനിപ്പിഗ്, ഗിനിപ്പന്നി. മറ്റേ പുള്ളിയല്ലേ? അത് ഒട്ടകപക്ഷിയാണ്, അത് എമു അല്ലേ? അപ്പൊ അപ്പുറത്തിരിക്കുന്ന എന്തുവാ? ഇത് ഒട്ടകപക്ഷിയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് എമു ആണെന്നാണ്. മറ്റേ വലിയ മുട്ടയിടുന്ന ഐറ്റം ഇല്ലേ? സത്യം പറഞ്ഞിട്ട് എന്താന്ന് വലിയ ഐഡിയ ഇല്ല. അതിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്, കണ്ടപ്പോ ഉള്ളത് ലുക്കാ ഞാൻ പറഞ്ഞത്. കണ്ടോ, സമാധാനത്തിന്റെ പ്രതീകപ്രാവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇതിന്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല, അവർ എഴുതി വെച്ചിട്ടില്ല. ഇതിനെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒട്ടകമാണെ പിന്നെ ഇതെന്തോ ആണ്, ഒട്ടകപക്ഷി. ഇതാണ് ഒട്ടകപക്ഷി. അപ്പൊ അത് എമു, ഞാൻ പറഞ്ഞ കറക്റ്റ്, അത് എമു ആയിരുന്നു ഗൈസ്. കണ്ടോ, എമു തിരിച്ചറിയാനിക്ക്. കണ്ടോ ഇനിവരൊക്കെ? ഇവർക്കേ പക്ഷിപ്പനി പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ക്വാറന്റൈൻ ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഓക്കെ, അതെ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ചിലപ്പോ അതിന് മുട്ടയിടുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ പക്ഷികളെ മറ്റു പക്ഷികളിൽ നിന്നും മാറ്റി വെച്ചേ ഉള്ളൂ. അതായത് പക്ഷിപ്പനിയൊന്നുമില്ല. ആൻഡ് ഓസ്ട്രിച്ച് പെണ്ണാണ്, പെണ്ണ്. വരാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് കൊത്തിപ്പുറത്ത് തിന്നുവാണല്ലോ. ആ പട്ടിക്കുഞ്ഞ് എങ്ങനെയാ അതിന്റെ ഉള്ളിൽ എത്തിയാവോ? വയ്യ, വെയിറ്റ് താങ്ങാൻ വയ്യ പുള്ളിക്കാരിയുടെ. പക്ഷിയുടെ കൂട്ടിനകത്തേക്ക് ക്യാമറ എത്തി വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നു. ഇത് ആണാണ്. നമ്മൾ അപ്പുറത്ത് കണ്ടത് പെണ്ണാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടു, മെയിൽ. അത് ഫീമെയിൽ. രണ്ടുപേരും ഒരുമിക്കാതിരിക്കാൻ വേണ്ടി നടുക്ക് മറ്റേ മതിലൊക്കെ പടുത്ത് വെച്ചിരിക്കും. എന്തൊരു ദുഷ്ട മൈനസാണെന്നൊക്കെ അടിപിടി കൂടുന്നു മണ്ടക്കിരുന്ന്. അവിടെ അടിയ. ഞാൻ നോക്കുമ്പോ സൗണ്ട് മാത്രം കേൾക്കാം, ആളെ കാണുന്നില്ല. ഭൂമിന്റെ തല്ല അവിടെ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ, നല്ല റെഡ് കളർ. ചിരിക്കൂ മറ്റേ. ഓ ഇവര് പ്രശ്നമാണ്. അഞ്ചാടിക്കുരു ഒക്കെ ഉണ്ട്. മറ്റേ മിനിക്കോഴി. ഇഗ്വാന. ഇവിടെ ഇല്ലേ, ഇത് നമുക്ക്
കോഴി എടുത്ത് നമ്മൾ ഇതിനെ പിടിക്കണ ആ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ആൾക്കാരെ കാണുന്നില്ല. എവിടെ പോയി പറയണം, നമുക്ക് നോക്കാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടിരിക്കുന്നില്ല ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ശരിക്കും അതിന്റെ മുഖം നോക്കി ഭയങ്കര ഉറങ്ങാൻ പോവാൻ തോന്നുന്നു അല്ലേ? ഭയങ്കര സമാധാനത്തിലിരിക്കുക. പച്ചയല്ലേ? ഞാൻ പച്ചേനെ ആദ്യമേ അവിടുന്ന് കാണിച്ചു തന്നത് ദേഗുവാനാന്നും പറഞ്ഞിട്ട്. ഹലോ, വായിക്കാത്ത ഇലയൊക്കെ ഉണ്ടോ? കഴിച്ചിട്ടിരിക്കുവാന്നോ? വയറ് നിറച്ചിട്ടിരിക്കുക. നിന്നെയൊക്കെ എടുത്തു പിടിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കാണുന്നില്ലല്ലോ ഒന്ന് എടുത്തു പിടിക്കാനായിട്ട്. ഇവരെ എടുത്തു പിടിക്കും. പാമ്പിനെ പിടിക്കാൻ ഒക്കത്തില്ല, ഇവരെ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവര് മറ്റേ വഴുവഴുപ്പല്ലല്ലേ, അത് ആ പാമ്പിനെ കണ്ടിട്ട് തന്നെ ഒരുമാതിരിയാവുന്ന എനിക്ക്. ഫ്രിസിൽ വീണ്ടും ഒരു ടൈപ്പ് ഓഫ് കോഴി. ഇവിടെ കോഴി കൂടുതലാ. ടർക്കി കോഴി. അതിന് വിരിച്ചു വരുന്നുണ്ട് ഉണ്ണി. മയിലൊക്കെ വിരിക്കുന്ന പോലെ വിരിക്കുന്നുണ്ട്. പക്ഷെ കലിപ്പാൻ തോന്നുന്നു. ആടാ, ഇത് കലിപ്പ. ഞാൻ പോവാണേ. സംഭവം ഇവറ്റേക്ക് അതേതാ. പിന്നെ എന്താ പച്ചക്കെന്ത് കാളയോ മറ്റേ ചുമല കണ്ട ഇളകാൻ വേണ്ടി? ഓടണമെന്ന് അറിയാൻ പാടില്ല, അതായത് ഞാൻ നിൽക്കുന്നു. വിരിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. ഒരു മറ്റേ പൂടയൊക്കെ കേട്ടതപ്പോ. അതെ, അതന്നെ. ഹലോ, വർത്താനം പറയുമായിരുന്നെങ്കിൽ വർത്താനം പറയും. എന്തോ പറഞ്ഞു പുള്ളി എന്തോ പറഞ്ഞെന്ന്. ഹലോ, അപ്പിട്ടേതൊന്നും എന്റെ പേടി. ഹൈ, നോക്കുവാടാ ഇങ്ങനെ തലവിരിച്ചൊക്കെ. ഭയങ്കര ഡിമാൻഡ്. ഇത്ര നേരം എന്തൊക്കെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ആളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. എന്തോ ദേഷ്യം കളിക്കുവാടോ. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയത് ഈ പുള്ളിയാണ് കേട്ടോ. 1.5 കിലോ ഉള്ളു നിക്കുന്നതിന്റെ കൂട്ടിക്കറി. ഇത് ഗോൾഡൻ എന്നും പറഞ്ഞ് വന്നിട്ട് ഇതേ ഒരു കരിഞ്ഞ സാധനം എന്താണ് നിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. എന്തോ അവിടെ വർത്താനം പറയുന്നു. ഇവിടെ വരെ റിംഗ് നെക്ട്. പല വെറൈറ്റി പക്ഷികളും കോഴികളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുള്ളിനെയാട്ടും. ഇതിന്റെ സൗണ്ട് അന്നേ കേൾക്കുന്നുണ്ടായിരുന്നു. കാര്യം ദേ ആട്ടും കുട്ടികൾ. ആട്ടും ദുഷ്ടനെ പോലെ ഇരിക്കുന്നു. ഭയങ്കര ദുഷ്ടനെ പോലെ ഇരിക്കുന്നത്. കനേഡിയൻ എന്തോ ആണ്. ഉറങ്ങുക. നമുക്ക് ഇതിനെ പോയിട്ടുണ്ട്. അതിന്റെ അടിയിലാണ് പല്ലൊക്കെ കാണിച്ചു കിടക്കുന്നുണ്ടോ ഉറക്കത്തില്? അമ്മാര് പല്ലൊക്കെ കാണിച്ച ഉറങ്ങുവാനോ? ഒക്കെ വാനോനല്ലേ ഒക്കെ. ഇത് കുറച്ച് ആക്റ്റീവ് വന്നു. ഹലോ, കുഴപ്പമില്ലടാ. അയ്യോ, അപ്പൊ കൊഞ്ചിക്കാൻ വേണ്ടി നോക്കിയിരുന്ന കേട്ടോ. അവനെ മാത്രം തോണ്ടാതെ എന്നെയും കൂടി തോന്നിനേ അച്ചോടാ. നീക്കണ്ടേ എന്താ മോത്ത് ഇങ്ങനെ ഇരിക്കുന്നു? അച്ചോ, പാവ മാഗി മണക്കുന്നുണ്ടോ? എങ്ങോട്ടാ? അയ്യോ, റാബിറ്റ്. ദേഷ്യം വരും. എന്തോ ചേച്ചി കൊടുക്കുന്നേ? ആണോ? കുടിക്കാനായിട്ട് വരും കൈ തോളെ കയറും. പക്ഷെ ചിലതാണ് കഴിക്കില്ല.
കുടിക്കാം എന്ന് പറഞ്ഞാൽ മതി. ഹലോ കഴിപ്പില്ല. നല്ല കൈ വെച്ചാൽ പറ്റും. അതെ. ഇത് കഴിക്കാനാണെങ്കിൽ കഴിക്കാനാണെങ്കിൽ വരുന്നുണ്ട. കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വരും. തോള വെക്കണം. കൊത്തു കുടിക്കാനാണെ കൊണ്ട് ആളിങ്ങനെ നിൽക്കും. ഇത് കയ്യിലിരുന്നാ നമ്മൾ ഇരിക്കും. വലിയ പാടാണ്. നീ വെക്കുന്നു നിനക്കെന്താ വെച്ചാല് നമ്മളെ കയ്യിൽ ഇരുന്നിട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതാണ് ചോദിച്ചത്. തിരക്ക തിന്നാനുള്ള തിരക്ക. അല്ലാതെ വരാൻ പാടില്ല. അല്ലാതെ കൊടുക്കാനാന്നറിയാം. പക്ഷെ അല്ലാതെ ഇവിടുന്ന് വരാൻ പാടില്ല. നമ്മളെ കൂടെ കൊടുക്കും. അപ്പൊ അതാണ് എടുക്കാത്തത്. ചില സമയം അത് സ്ട്രെസ്സൊക്കെ ആയിരിക്കും. കഴിക്കാനൊന്നും കൈ കൊടുത്തു. പോവാ ചേട്ട വെളിയിൽ പോവാം, പുറത്ത് പോവാം. പുറത്ത് പോവാം. നമുക്ക് വെളിയിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ അത് സംസാരിക്കുന്നു. അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അതിന്റെ സൗണ്ട്. എന്തോ ഹായ് പറയും ബായ് പറയും. കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രം തോളത്തിരിക്കും. ഇത് എന്തോ പക്ഷിയാ? നമ്മൾ കഴിക്കുമ്പോ ഇവർക്കും കൊണ്ട് കൊടുക്കും. എന്റെ ഫുഡില്ലപ്പാ, ഞാൻ അല്ലാണ്ട് വന്ന് കാണാൻ വന്നേ. അയ്യോ ഞാൻ കഴിക്കാനാന്ന് വിചാരിച്ചു വന്നിരിക്കുന്നു. ഞാൻ പറ്റിക്കുവാണോ? നിങ്ങൾ തെറ്റിച്ച് വരുന്നില്ല എന്റെ അടുത്തേക്ക്. ഫുഡില്ല. ഫുഡ് വേണേ അപ്പുറം പോക്കോ. പെട്ടെന്ന് കിട്ടിയപ്പോ പേടിച്ചു പോയേ. ഇവിടെ എല്ലാരും അതെന്റെ പേരല്ല കൊത്തി നോക്കും. ചേച്ചി ഇവര് ഫുഡാണെന്നും പറഞ്ഞ എന്റെ വിരലല്ല കുറച്ചും പിടിക്കുന്നത്. അപ്പിടരുതട്ടെ പിള്ളേരെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചവയ്ക്കണ സൗണ്ടൊക്കെ കേൾക്കടാ. എന്തോ ചെയ്യോ ഇവിടെ ഇരുന്ന്? തോളത്തിരുന്ന് എന്തോ ചെയ്യോ? പോയി, ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാൻ നല്ല രസമുണ്ട്. ഇവർക്ക് ഫുഡൊന്നും ഇല്ല. അതെന്റെ വിരലാണെന്ന്. ഇപ്പുറത്താ ഫുഡ് ഇരിക്കുന്നത്. പോയിട്ടില്ലേ? ഓ കളർ പ്രശ്നമാണോ ഇവര്? കഴിക്കി പച്ചയാ പച്ച കൈ കിടന്നടി കൂടെ. അവരെ കൊത്തി കളയും ഇവര് പാവങ്ങളാ. അതുകൊണ്ട് അവരെന്താ എന്റെ പുറത്താണ്. ആ തോളത്തിരുന്ന് പുള്ളി ചവയ്ക്കണ സൗണ്ട് വരെ കേക്കായിരുന്നു. പുള്ളി പുക്കളഞ്ഞു. ആരുടെ തലയിൽ കൂടെ നടക്കുന്നേ? ആടെ തലയിൽ പരുതുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. നീ എന്ത് തിന്നുന്നു? അയ്യോ ഇത് പച്ചക്ക് മാത്രം ഫുഡുള്ളൂ. അവർക്ക് അവരാരും വരുന്നില്ല അല്ലേ? ശത്രുക്കളാണോ? ഹലോ, അവിടെ സേഫ് ആയിട്ടിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. കടിച്ചു പൊട്ടിക്കുക. കടിച്ചു പൊട്ടിച്ച് തിന്നുന്നുണ്ടാ? എന്തീ തിന്നുന്നു? പച്ച പോ. കടിപിടി കൂടല്ലേ അപ്പൻ കൈ കിടന്ന്. അത്ര പറയാനല്ലേ. മറ്റേ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ കൂടുതലുണ്ട് ഇവർക്ക് പച്ചക്ക്. എന്തോ മറ്റേന് തിന്നാൻ കൊടുത്തോണ്ട് പച്ച വന്ന് പേടിപ്പിച്ച് പറഞ്ഞിട്ടോ. നിന്റെ കഴുത്തേലെ രോഗം എന്തിയടാ? അടിപിടി കൂടി പോയതാണോ? ആണോ? കൊള്ളാം എന്തായാലും. ഇത് ഊരിക്കൊണ്ട് പോവാ.
നിനക്ക് ഈ കയ്യിലിരിക്കണോ തിന്നാനുള്ള സാധനമൊന്നും വേണ്ടേ? ഏ വേണം കാര്യമായിട്ട്. ഇവിടെ ഇപ്പം വന്നിട്ട് നമ്മള് കൊറേ കൂടുതലും കിളികള് പക്ഷികളാട്ടോ, ഈ പല ടൈപ്പ് ഓഫ് കോഴി അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ആന. ഈ ബാക്കിൽ നിൽക്കണ 3 ഉണ്ട്, പക്ഷെ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരാളുണ്ട്, ഞങ്ങൾ വന്ന സമയത്ത് ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയും സഫാരി എന്നുണ്ട്. ഇപ്പൊ അതിനെ കാണുന്നില്ല, തേടി കണ്ടുപിടിച്ചിട്ടേ പോത്തുള്ളൂ എന്തായാലും. പിന്നെ ഇഗ്വാന ഉണ്ട്, പിന്നെ മറ്റേ പൈത്തൺ ഉണ്ട്. ഈ പൈത്തണും ഇഗ്വാനയൊക്കെ നമുക്ക് നമ്മുടെ മേത്ത് നമുക്ക് പിടിച്ചിട്ട് ആ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പം ചെയ്തില്ല ഞാൻ. കിളിയുടെ മാത്രം കിളിയുടെ കയറണം, എന്തായാലും കയറണം. അതാകുമ്പോൾ പേടിക്കുകയും വേണ്ട, ആ ഒരു പാമ്പിന്റെ ആ ഒരു ഇതും ഉണ്ടാവില്ല. നല്ല രസം ഉണ്ടായിരുന്നു, കിളിയുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ അപ്പു. അപ്പു ആരാ? മറ്റേ മക്കാവ് നമ്മൾ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ അത് വർത്താനം പറയും, അത് വർത്താനം പറയും. ആ ചേച്ചി പറഞ്ഞു ഹായും ബായും ഒക്കെ പറയും, പുള്ളി വർത്താനം പറയും എന്ന് പറഞ്ഞു. പുള്ളിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ തോളത്തിരിക്കുള്ളൂ, അല്ലെങ്കിൽ പുള്ളിക്ക് താല്പര്യമില്ല തോളത്തിരിക്കാൻ. അതിനെയും അങ്ങനെ തോളത്തിരുത്താം, പക്ഷെ കയ്യിൽ ഫുഡ് വേണം. പുള്ളിയുടെ മൂഡ് അനുസരിച്ചാണ് ഇരിക്കുകയുള്ളൂ. മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ടിക്കറ്റിന് 100 രൂപയുള്ളൂ. പിന്നെ ഓരോ ഇപ്പൊ പൈത്തൺ എടുക്കുന്നതാണെങ്കിലും കിളിയുടെ കയറിയ 100 രൂപ, അങ്ങനെ എല്ലാത്തിനും 100. പൈത്തന്റെ 50 രൂപയുള്ളൂ തോന്നുന്നു, ബാക്കി എല്ലാം 100 രൂപ വെച്ചിട്ടാണ്. പക്ഷെ 100 രൂപ വെച്ച് മുടക്കി എല്ലാ എക്സ്പീരിയൻസ് ചെയ്താലും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നല്ല ചെറിയൊരു സൂല് വന്ന പോലത്തെ ഫീൽ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ മറ്റേ ടൈഗർ, ലയൺ അങ്ങനത്തെ ആനിമൽസ് ഒന്നുമില്ല. പക്ഷെ നല്ല നല്ല രസമുണ്ട്, നല്ല സമാധാനത്തിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല രസമുണ്ട്. എന്തായാലും ഓവറോൾ അടിപൊളിയാണ്. 100 രൂപയ്ക്ക് എന്തല്ല. പിന്നെ ഇവരെ ഒന്നും തൊടാനും പിടിക്കാനും മേത്ത് കയറ്റാനും ഒന്നും പോയില്ലെങ്കിലും ജസ്റ്റ് കണ്ട് ഇങ്ങനെ നടന്ന് എല്ലാം ആസ്വദിച്ച് പോകാനാണെങ്കിലും അടിപൊളിയാണ്.